സൃഷ്ടിക്കും. എൻഡിഎയുടെ ബിജെപിയുടെ ശത്രു ആരാണ്? ഞങ്ങളുടെ ശത്രു ഒരു എന്റെ പേര് അൽത്തോഫ് എന്നാണ്, ബ്ലോഗറാണ് ഓച്ചിറയിലെ. നമ്മൾ ഈ ഓച്ചിറയിൽ വന്നിട്ട് ഇപ്പൊ ഇവിടെ കണ്ടെത്തി ഇവിടുത്തെ ജനങ്ങളെ പറ്റി രണ്ടു വാക്ക് ജനങ്ങളോട്. അല്ല നോക്കൂ, ഞാൻ ഓച്ചിറയുടെ ജനങ്ങളോട് പറയുന്നത് കേരള ജനങ്ങളോട് ഒരേപോലെ പറയുന്ന കാര്യമാണ്. എത്ര കൊല്ലമായിട്ട് നമ്മൾ മുദ്രാവാക്യം കേട്ട് വാഗ്ദാനം കേട്ട് ഒരു രാഷ്ട്രീയം കണ്ടതാണ്. ഇവര് എല്ലാവരും ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയം, വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന രാഷ്ട്രീയം. അതിലെല്ലാവരും മാറ്റം കൊണ്ടുവരണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി വികസിത കേരളം, വികസിത ഓച്ചിറ, വികസിത കൊല്ലം, ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. കാരണം ഞങ്ങൾ രാഷ്ട്രീയം പഠിപ്പിച്ചത് നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹം കഴിഞ്ഞ 11 കൊല്ലം എന്ത് ചെയ്ത് കാണിച്ചു എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു വികസനം ഇവിടെയും വരണം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെയും കൊണ്ടുവരണം. ഇനി വരുന്ന ഇലക്ഷനിൽ ഇവിടെ നമുക്ക് ബിജെപിക്ക് ഒരു ശക്തമായ ഭരണം തിരിച്ചെത്തുമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങൾ ജയിക്കണം. ജനങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും വരുന്ന അസംബ്ലി ഇലക്ഷൻ ജനങ്ങൾ ജയിക്കണം. ജനങ്ങൾ ജയിക്കണമെങ്കിൽ, നാട് നന്നാവണമെങ്കിൽ ബിജെപി എൻഡിഎ ഭരണത്തിൽ എത്തണം. അതാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്ന എൻ്റെ ഒരു പ്രസ്താവം. ബിജെപി എൻഡിഎ വന്നില്ലെങ്കിൽ വികസനം നടക്കില്ല. ബിജെപി കേരളത്തിലേക്ക് ഭരണത്തിലെത്താൻ ഇനി എത്ര ദൂരം ഉണ്ടാവും? അത്ര ദൂരമില്ല. ജനങ്ങൾ തീരുമാനിച്ചു. മാറ്റം അവർ ആഗ്രഹിക്കുന്നു. മാറ്റം അവരുടെ അവകാശമാണ്. വികസനം അവരുടെ അവകാശമാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഈ 3 മുന്നണികൾ, ഈ കേരളത്തിലുള്ള 3 മുന്നണികൾ, UDF, LDF, NDA ആണ്. ആരാണ് ഇതിൽ വികസനം കൊണ്ടുവരാൻ താല്പര്യം കഴിവുള്ള മുന്നണി ജനങ്ങൾ തീരുമാനിച്ചു. അത് NDA ആണ്. NDA ഭരിക്കും. NDA മാറ്റം കൊണ്ടുവരും. വികസിത കേരളം സൃഷ്ടിക്കും. എൻഡിഎയുടെ ബിജെപിയുടെ ശത്രു ആരാണ്? ഞങ്ങളുടെ ശത്രു ഒരു പാർട്ടിയോ ഒരു വ്യക്തിയല്ല. ഞങ്ങളുടെ ശത്രു ഈ പഴയ രാഷ്ട്രീയമാണ്. ഈ ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയം, ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം, ജനങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയം, അഴിമതിന്റെ രാഷ്ട്രീയം, അതാണ് ഞങ്ങളുടെ ശത്രു. അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. താങ്ക് യു സോ മച്ച്.